ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ഉദ്ഗ്രഥിതം അല്ലേ. ഉദ്ഗ്രഥിതത്തിൽ നമ്മൾ എക്സാമാണ് അല്ലേ, ഓണം എക്സാമായി എല്ലാവർക്കും. അപ്പോൾ ഇതാ ഫസ്റ്റ് പേജിൽ എൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്, സമയം, ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലേ. എൻ്റെ പേരെന്നുള്ളിടത്തൊക്കെ നിങ്ങളെ പേര് എഴുതുക, സ്കൂളിൻ്റെ പേര് എഴുതുക, ഡിവിഷനും ക്ലാസ്സും ഒക്കെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? നിറം നൽകാം അല്ലേ. കൂട്ടുകാരെ, പല പല മരങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളും കൊച്ചു ഗ്രാമങ്ങളും ഉള്ള നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. കേരളത്തിൽ കാണുന്ന 2 മരങ്ങളാണ് ചിത്രത്തിൽ അല്ലേ. പേരെഴുതാമോ? നിങ്ങളോട് ആ ചിത്രത്തിൽ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ കൂട്ടുകാരെ ആ പേര്? റബ്ബർ, തെങ്ങ്. നമുക്ക് എഴുതാം റബ്ബർ, തെങ്ങ് അല്ലേ. അടുത്തത് നോക്കാം. മനോഹരമായ നമ്മുടെ ഗ്രാമമാണ് ചിത്രത്തിന് നിറം നൽകാമോ കൂട്ടുകാരെ? മനോഹരമായ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാമോ? തുള്ളിക്കളിക്കുന്ന കടലും ഭംഗിയുള്ള കായലുകളും പച്ച നിറത്തിൽ മനോഹരമായ വയലും തങ്ങി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും ചന്തമുള്ള പൂക്കളും ഒക്കെയുള്ള നമ്മുടെ ഗ്രാമം എന്തു ഭംഗിയാണ്. പ്രവർത്തനം 2, കളിവീട്. സാവിത്രിക്കുട്ടിയുടെ കളിവീടാണ്. ഏതെല്ലാം മുറികളാണ് കളിവീടിനുള്ളത് കൂട്ടുകാരെ? ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, അടുക്കള, കിടപ്പുമുറി, ഊണുമുറി, വരാന്ത, കുളിമുറി. ഒന്നുകൂടെ പറയാം. അടുക്കള, കിടപ്പുമുറി, ഊണുമുറി, വരാന്ത, കുളിമുറി. പ്രവർത്തനം 3 കണ്ടോ കൂട്ടുകാരെ? ഓലപ്പീപ്പി. മനുവും വിനുവും ഓലപ്പീപ്പി ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. മനു 15 ഓലപ്പീപ്പിയും വിനു 23 ഓലപ്പീപ്പിയും ഉണ്ടാക്കി. ആകെ അവർ എത്ര ഓലപ്പീപ്പിയാണ് ഉണ്ടാക്കിയത്? എങ്ങനെ കാണും കൂട്ടുകാരെ? 2 പേരും ഉണ്ടാക്കിയ ഓലപ്പീപ്പി കൂട്ടിയാൽ മതി അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ അത് കൂട്ടാമെന്ന്. മനു 15, വിനു 23, ആകെ എത്രയാണ്? 38. തനു വന്നപ്പോൾ മനു 8 എണ്ണം അവൾക്ക് കൊടുത്തു. ബാക്കി എത്ര ഓലപ്പീപ്പി മനുവിൻ്റെ കയ്യിലുണ്ടാകും? മനുവിൻ്റെ കയ്യിലുള്ളതിൽ നിന്നും 8 എണ്ണം കുറയ്ക്കുക. 15 - 8 എത്രയാണ്? 7. മനുവും മിനുവും ഉണ്ടാക്കിയ ഓലപ്പീപ്പിയുടെ എണ്ണം അബാക്കസിൽ മുത്തുകൾ ഇടാമോ? മനു 15 എണ്ണം ഉണ്ട് അല്ലേ. 10, 1. എങ്ങനെ ഇടാം നമുക്ക്? 15 എന്നുള്ളതിൽ എത്ര 10 ആണുള്ളത്? 1 അല്ലേ. 10 എന്നുള്ളിടത്ത് ഒരു മുത്തിട്ടു. എത്ര 1 ഉള്ളത് കൂട്ടുകാരെ? 5 ഒന്നുണ്ട് അല്ലേ. അപ്പോൾ 1 എന്നുള്ള സ്ഥാനത്ത് 5 മുത്തുകൾ ഇട്ടു അല്ലേ. ഇനി നമുക്ക് വിനുവിൻ്റെ ഇട്ട് നോക്കാം. 23 എണ്ണാണ് വിനുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എങ്ങനെ ഇട്ടു? 10 എന്നുള്ള സ്ഥാനത്ത് 2ഉം 1 എന്നുള്ള സ്ഥാനത്ത് 3ഉം അല്ലേ. 2 10ഉം ഒരു 3ഉം 23. പ്രവർത്തനം 4 കണ്ടോ കൂട്ടുകാരെ? കൂട്ടി എഴുതാം. അടുത്തുള്ള വട്ടങ്ങളിലെ സംഖ്യ കൂട്ടി അതിന് താഴെയുള്ള വട്ടത്തിൽ എഴുതാമോ? അപ്പോൾ ഇവിടെ ഫസ്റ്റുള്ള മുത്തിൽ 2 കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേൽ 1 കൊടുത്തിട്ടില്ല, 3ൽ 4 കൊടുത്തിട്ടുണ്ട് അല്ലേ. 2ൻ്റെ നേരെ താഴെ 5ഉം കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2ൻ്റെ താഴെ ഏതോ ഒരു സംഖ്യ 2ൻ്റെ കൂടെ കൂട്ടിയാൽ 5 കിട്ടും അല്ലേ. 2ൻ്റെ കൂടെയിൽ ഏത് സംഖ്യ കൂട്ടിയാലാണ് 5 കിട്ടുക? 2, 3, 4, 5. അപ്പോൾ 3 കൂട്ടുകാരെ അവിടെ അടുത്തുള്ള മുത്തിൻ്റെ സംഖ്യ. ഇനി 3 + 4 എത്രയാണ്? 7 അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആ മുത്തിൻ്റെ സംഖ്യയും കിട്ടി. അപ്പം നമുക്ക് ഒറ്റ നിൽക്കുന്ന ആ മുത്തിൻ്റെ എണ്ണം കിട്ടാൻ എളുപ്പമല്ലേ. 5 + 7 എത്രയാണ്? 12 അല്ലേ. ഇനി 100നെ പല വിധത്തിൽ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. -10, -1, -++, 99, 90+, -50+. നോക്കാം. 100ൽ 10 10കളാണുള്ളത് അല്ലേ. പിന്നെ 100 1 അല്ലേ. പിന്നെ 40 + 60 100ആണ്. 99 + 1 99 + 1 100ആണ്. 90 + 10 100ആണ്. 50 + 50 100ആണ്. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാമോ? 21, 31, 32, 13, 23, 12. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 12ആണ്. അപ്പോൾ അത് ആദ്യം എഴുതി. പിന്നെ 13, 21, 23, 31, 32 അല്ലേ. ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതി.
പ്രവർത്തനം 5. കടങ്കഥ പറയാം. ആമി കടങ്കഥ ബുക്ക് തുറന്നു. അവൾ കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാൻ തുടങ്ങി. കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാമോ? മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, അകത്ത് തിരി തെറുത്തു, പുറത്തു മുട്ടയിട്ടു, അകമില്ല പുറമില്ല, ഞെട്ടില്ല വട്ടയില്ല. നമുക്ക് നോക്കാം എന്താകും ഉത്തരമെന്ന്. അടിപാറ, നടുവടി, മീതെ കുട. എന്താണ്? ചേനയാണ്. അടയുടെ മുമ്പിൽ പെരുമ്പട, തേനീച്ചക്കൂട്. അടുക്കളക്കോവിലിൽ 3 ദൈവങ്ങൾ. അടുപ്പ്, അരയ്ക്ക് കെട്ടുള്ളവൻ, നിലമടിച്ചു, ചൂല്. അല്ലേ? നിങ്ങൾക്കറിയാവുന്ന കടങ്കഥ കൂട്ടിച്ചേർക്കണേ. ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാമോ കൂട്ടുകാരെ? നിങ്ങൾക്കറിയാമോ ആകാശം ഉത്തരമായിട്ട് വരുന്ന ഒരു കടങ്കഥ? നമുക്ക് നോക്കാം. ആരാലും അടിക്കാത്ത മുറ്റം. ഏതാണ് ഉത്തരം വരുന്നത്? ആകാശം അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചു പോവാട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.